ആദം നബിയെ, നിങ്ങളുടെ ഹജ്ജ് അല്ലാഹു സ്വീകരിക്കട്ടെ. എന്നാൽ നിങ്ങൾ ഈ ഹജ്ജ് നിർവഹിക്കുന്നതിന്റെ 2000 വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ മലക്കുകൾ ഇവിടെ ഹജ്ജ് ചെയ്തിട്ടുണ്ട്. ആദം നബിയെ, നിങ്ങൾ വരുന്നതിന്റെ 2000 കൊല്ലം മുമ്പ് ഞങ്ങൾ ഇവിടെ വന്ന് ഹജ്ജ് ചെയ്തു പോയിട്ടുണ്ട്. അപ്പൊ ആദം നബി ചോദിച്ചു, തവാഫ് ചെയ്യുമ്പോൾ നിങ്ങൾ എന്തായിരുന്നു ദിക്ർ ചൊല്ലിയിരുന്നത്? അവര് പറയാൻ, കുന്നാ നഖൂൽ, മലക്കുകൾ ചൊല്ലിയിരുന്ന ദിക്റാണത്. കൂടെ ചൊല്ലാൻ പറ്റും, നമുക്കൊക്കെ അറിയുന്ന ദിക്റ. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. ഇത് മലക്കുകൾ പറഞ്ഞപ്പോ ആദം അലൈഹിസ്സലാം പറഞ്ഞു, ഫസീദു ഫീഹാ, എന്നാ നിങ്ങള് ഞാനൊരു കാര്യം കൂടെ പറഞ്ഞുതരാം, അതും കൂടെ എന്റെ കൂട്ടത്തങ്ങ് ചൊല്ലിക്കോളൂ. വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് ആദം നബി അലൈഹിസ്സലാം മലക്കുകളോട് കൂടി ചേർത്ത് ചൊല്ലാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ ആദം നബി അലൈഹിസ്സലാമിന്റെ കാലം കഴിഞ്ഞു. സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാം ഖലീലുർ റഹ്മാൻ മക്കയിൽ വന്ന് ഹജ്ജ് ചെയ്യുകയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഹജ്ജ് ചെയ്തപ്പോഴേ മലക്കുകൾ പറഞ്ഞു ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട്, മലക്കുകൾ പറഞ്ഞു, ഇബ്രാഹിം നബിയെ, ആദം നബി ഇവിടെ വന്ന് ഹജ്ജ് ചെയ്തിട്ടുണ്ട്, ഞങ്ങൾ അതിനു മുമ്പ് 2000 കൊല്ലം മുമ്പ് ഹജ്ജ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആദം നബി അലൈഹിസ്സലാം ഞങ്ങൾക്ക് ഞങ്ങളുടെ തവാഫിൽ ചൊല്ലാൻ വേണ്ടി ഒരു ദിക്ർ പറഞ്ഞു തന്നു. ഞങ്ങൾ ചൊല്ലിയിരുന്ന ദിക്റിന്റെ കൂടെ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ, ഇതാ ഞങ്ങൾ ചൊല്ലിയിരുന്നത്. സാദ ആദമു, ആദം നബി അലൈഹിസ്സലാം ഞങ്ങൾക്ക് ഏറെ ചൊല്ലാൻ വേണ്ടി പറഞ്ഞു. വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഇത് പറഞ്ഞപ്പോ ഖലീലുർ റഹ്മാൻ ഇബ്രാഹിം അലൈഹിസ്സലാം മലക്കുകളോട് പറഞ്ഞത്രേ, സീദു ഫീഹാ, എന്നാ എന്റെ വക അതിന്റെ അവസാനത്തേക്ക് അൽ അലിയിൽ അദീം അതുകൂടെ അങ്ങ് ചേർത്തിയേക്കണം. അപ്പൊ എന്തായി? സുബ്ഹാനല്ലാഹി ചൊല്ലിക്കോളൂ. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. അലിയുൽ അദീം എന്നത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം, വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് ആദം നബി പറഞ്ഞത്. അതിനു മുമ്പ് അല്ലാഹു മലക്കുകളെ പഠിപ്പിച്ച ദിക്റാണത്. സുബ്ഹാനല്ലാഹ്, അല്ലാഹുവേ നീ പരിശുദ്ധനാണ് റബ്ബേ. വൽഹംദുലില്ലാഹ്, ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ നന്മകളായ നന്മകളുടെയും എല്ലാറ്റിനും ശുക്ർ റബ്ബേ നിനക്ക്. എല്ലാ സ്തുതിയും ശുക്റും അർഹിക്കുന്നത് നീ തന്നെയാണ്. വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ, അല്ലാഹുവേ ആരാധനക്കർഹനായിട്ട് ആരുമില്ല റബ്ബേ, നീ തന്നെയാണ് ഒരേ ഒരു ഇലാഹ്, ഒരേ ഒരു റബ്ബ്. വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, തെറ്റിൽ നിന്ന് വിട്ടു നിൽക്കാനും നന്മ ചെയ്യാനും നീ നൽകുന്ന കഴിവല്ലാതെ ഒരു കഴിവുമില്ല റബ്ബേ ഞങ്ങൾക്ക്. അൽ അലിയിൽ അദീം, ഉന്നതനായ മഹോന്നതനായ റബ്ബേ. ആ ഒരു മഹത്തായ ദിക്ർ മലക്കുകളിലൂടെയാണ് നമ്മൾക്ക് കൈവരുന്നത്. അതിലും ഒരു ബന്ധം മലക്കുകളുടെ ലോകവുമായിട്ടുണ്ട്.